ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പഠിച്ച് ബിസിനസ് ചെയ്യാം. എംബസി ബൈ ആരിഫ് ഖാൻ എന്ന പേജിലാണ് ഞാൻ നിങ്ങളായിട്ട് സംവദിക്കാൻ വരാറുള്ളത്. എന്താണ് ഈ എംബസി എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എംബസി ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ മിഷനായിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. മേക്ക് യുവർ ബിസിനസ് ഈസി എന്നുള്ളതാണ്. എന്തുകൊണ്ട് ബിസിനസ് ഈസി എന്നുള്ളത് ഒരു സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ, ഒരു നല്ല ബിസിനസ്സുകാരനെ നമ്മൾ വാർത്തെടുത്തു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ തന്നെ അദ്ദേഹം ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ട് നല്ല ബിസിനസ്സുകാരുണ്ടാവണം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ പണമാണ് ബിസിനസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബൈ പ്രോഡക്റ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ആ പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ എക്സ്ട്രാ പ്രോഫിറ്റ് നമ്മൾ പണമായിട്ട് പുറത്തേക്ക് എടുത്ത് മറ്റുള്ള മേഖലകളിലേക്ക് നമ്മൾ അതിനെ സർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പം നല്ല ആളുകൾ ബിസിനസ്സുകാരായി മാറുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നല്ല ആളുകൾ പണം ഉണ്ടാക്കുമ്പോൾ അത് സമൂഹത്തിലെ നന്മകൾക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപകരിക്കും. നല്ല ആളുകൾ പണം ഉണ്ടാക്കാതിരിക്കുകയും അതേ സമയത്ത് തന്നെ ചീത്ത ആളുകൾ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരുപാട് പണം വരികയും നാട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും അവർ ആ പണം ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രതിസന്ധി എവിടെയെന്ന് വെച്ചാൽ, ആ സമൂഹത്തിൽ നാശം വിതയ്ക്കാനും സമൂഹം തന്നെ അധപതിച്ചു പോകാനും ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും നാട്ടുകാർ മൊത്തം അകപ്പെടാനും അത് കാരണമാകും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് കാണുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഏത് മേഖലയിലാണെങ്കിലും അതൊക്കെ ഉണ്ടാക്കിയത് നല്ല മനസ്സുള്ള ആളുകളുടെ ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമാണ്. ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം നേടി നല്ല നല്ല പൊസിഷനിലെത്തിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാരണം? വിഷനറികളായിട്ടുള്ള ആളുകൾ ഈ കോഴ്സുകളിലേക്ക് അത്തരം വിദ്യാർത്ഥികളെ, കുട്ടികളെ എത്തിക്കുകയും അവരെ പഠിപ്പിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്തപ്പോഴാണ് ഇതിവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എംബസി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ആളുകൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലരും ഇവിടെ ബിസിനസ് ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവർ ചെയ്യുന്ന മേഖലകളിൽ അവർ പഠനങ്ങൾ നടത്താതെയാണ് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടോപ്പിക്കാണ് ബിസിനസ് ഈസ് എ പ്യുവർ സയൻസ്. നമ്മളെടുത്ത് പല ആൾക്കാരും വന്ന് പറയാറുണ്ട്, ബിസിനസ് ഒരു കലയാണ്. അവൻ്റെ അപ്പൻ ബിസിനസ്സുകാരനായതുകൊണ്ട്, അല്ലെങ്കിൽ വല്യപ്പൻ ബിസിനസ്സുകാരനായതുകൊണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിലെ അമ്മാവൻ ബിസിനസ്സുകാരനായതുകൊണ്ട് അനന്തരമായിട്ട് അവൻ ബിസിനസ്സുകാരനായതാണ്. ഇന്നലെ അവനിൽ ഒരു ബിസിനസ്സുകാരനുണ്ട്, ഒളിച്ചിരിപ്പുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. അത്തരം കാര്യങ്ങൾ ഇൻഹെറിറ്ററി ആയിട്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നത് വളരെ കുറഞ്ഞ പേഴ്സൻറ്റേജ് ഉള്ള ജനറ്റിക് ട്രെയ്റ്റുകൾ മാത്രമാണ്. അതേ സ്ഥാനത്ത് മറ്റ് കലകളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, നമുക്ക് പാട്ട് പാടുന്ന കഴിവ്, ചിത്രം വരയ്ക്കുന്ന കഴിവ്, കഥ എഴുതുന്ന കഴിവ്, പ്രസംഗിക്കുന്ന കഴിവ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് ഒരു അനന്തരമായിട്ട് ലഭിച്ചിട്ടുണ്ടാവാം. ഒരു പാട്ടുകാരൻ്റെ മകനെ പാട്ടുകാരനാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, കാരണം അയാളിൽ അത് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ്. അതേ സ്ഥാനത്ത് ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് ഈസ് നോട്ട് ആൻ ആർട്ട്, ബിസിനസ് ഈസ് പ്യുവർ സയൻസ്. സയൻസ് ആകുമ്പം അതിനുള്ള പ്രത്യേകത, അതിന് സർട്ടൻ പ്രിൻസിപ്പിൾസും ലോസും മെത്തേഡ്സും തിയറീസും സ്ട്രാറ്റജികളും ഒക്കെ ഉണ്ടാവും. ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠനം നടത്തി നമ്മൾ അതിൽ അവലംബം നേടിയതിന് ശേഷം മാത്രമേ അത് നമുക്ക് പ്രാക്ടിക്കലി കറക്റ്റായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിസിനസ്സിലേക്ക് എത്തിയ ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ഒരു പക്ഷേ അവരുടെ നിൽക്കുന്ന മേഖലയിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പല മേഖലകളിലും അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. ആ പ്രതിസന്ധികൾ അവരുടെ ബിസിനസ് ലൈഫിനെ മാത്രമല്ല പേഴ്സണൽ ലൈഫിനെയും കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. വർഷങ്ങളോളം, ഏതാണ്ട് 10-20 വർഷങ്ങളോളം ബിസിനസ് നടത്തിയിട്ടും ഇതുവരെ കരകയറാത്ത ആളുകളെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാപ്പകലില്ലാതെ അവർ അധ്വാനിക്കുകയാണ്. രാവിലെ നേരത്തെ വന്ന് കടയുടെ ഷട്ടർ തുറക്കുന്നവരാണ്, വൈകുന്നേരം ആ കടയുടെ ഷട്ടർ അടക്കുന്നതും അവരാണ്. ബിസിനസ്സുകാരൻ എന്ന് പറയുന്നതിന്റെ മുതലാളിക്ക് ഉറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല, മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, സ്വന്തം കുടുംബത്തോടൊപ്പം കാര്യപ്പെട്ട സമയം ചെലവാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജീവിച്ചത് കൊണ്ട് അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് എന്താണ് ഔട്ട്കം ആയിട്ട് തരുന്നത്? ഈ സമൂഹത്തിൽ എന്ത് മാറ്റമാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റുക? നമ്മൾ പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുകയും അതിലൂടെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് സമൂഹത്തിൽ ഉപകരിക്കുന്ന രീതിയിൽ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു മെത്തേഡ്, ഒരു പ്രോസസ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്
എംബസി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച് ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ ഫ്രീ ആയിക്കൊണ്ട് കണ്ടന്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് ഇൻഹൗസ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമാണ്. നമുക്ക് സക്സസ് മീറ്റപ്പ് നടത്തണം, സക്സസ് സെലിബ്രേഷൻസ് നടത്തണം. അന്ന് നമ്മൾ ഇത് ഓർക്കും, നമ്മൾ പഠിച്ചതിൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നു എന്നുള്ളത്. ഒരുപാട് നഷ്ടങ്ങൾ നികത്തി ജീവിതത്തിലെ മണ്ടത്തരങ്ങൾ കുറച്ച് നല്ല രീതിയിൽ വിജയം കൈവരിച്ച് അത് ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ സമർപ്പിച്ച് ഒരു ലെഗസി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ ലോകത്ത് എന്തിനാണ് നമ്മൾ വന്നത് അതിൻ്റെ പർപ്പസ് പൂർത്തീകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം നയിച്ച് ഇവിടുന്ന് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ തരുന്ന ഒരു പ്രധാനപ്പെട്ട ചാനലായിരിക്കും ഈ യൂട്യൂബ് ചാനൽ. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടിട്ട് നിങ്ങൾ പോയതുകൊണ്ട് കാര്യമില്ല. അതിൽ കേൾക്കുന്ന നിങ്ങൾക്കുള്ള ടേക്ക് അവേസ് അത് നിങ്ങളെടുത്ത് കൃത്യമായിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ആക്ഷൻ എടുക്കുന്നവർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. പ്ലാൻസ് വിതൗട്ട് ആക്ഷൻ ഈസ് വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു. താങ്ക് യു സോ മച്ച്.